അസ്സലാമു അലൈക്കും. ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ചോറിനൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ഉണ്ടാക്കാൻ പോണ റെസിപ്പി പലവകൻ്റെ റെസിപ്പി കേട്ടോ. അപ്പം അതിനാവശ്യമായ സാധനങ്ങൾ: ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഒരു തക്കാളി കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഉള്ളികളൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. അങ്ങനെ ഇതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം ചോറൊക്കെ വന്നിട്ടോ. അപ്പോൾ ഞാൻ പലവക കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നു. അതേ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്കുള്ള മസാലപ്പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 ടീസ്പൂൺ മുളക് പൊടി, 4-5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ബീഫ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇട്ട് കൊടുത്തു. നമ്മൾ ചതച്ച് വെച്ച പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. സവാളയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ആവശ്യത്തിന് നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പം ഈ പലവകയായതുകൊണ്ട് തന്നെ കുറച്ച് മസാലകളെല്ലാം നമ്മളൊന്ന് എക്സ്ട്രാ ഇട്ടു കേട്ടോ. നല്ല നമുക്കൊന്ന് പിടിച്ച് കിട്ടുള്ളൂ. നമ്മളതെല്ലാം മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് കുറവായതിനാൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെല്ലാം മിക്സാക്കി കഴിഞ്ഞ് നമുക്കൊന്ന് ഒഴിച്ചെടുക്കാം. അങ്ങനെ നമ്മളെ പലവക അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തൂമിച്ചെടുക്കാം. ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തു. ഇനി ഇത് മൂത്ത് വരുമ്പോൾ കറിവേപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളിയെല്ലാം മൂത്ത് വന്നു. ഈ കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാൻ. അങ്ങനെ നമ്മളെ പലവക അവിടെ റെഡി ആയിട്ടുണ്ട്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.